ദൈവമാതാവായ പരിശുദ്ധ മറിയത്തിന് സഹരക്ഷക, എല്ലാ കൃപകളുടെ മധ്യസ്ഥ എന്നീ സ്ഥാനപ്പേരുകൾ ഉപയോഗിക്കരുത് എന്ന് വത്തിക്കാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചല്ലോ. വിശ്വാസകാര്യങ്ങൾക്കായുള്ള വത്തിക്കാനിലെ ഡിക്കാസ്ട്രി പുറത്തിറക്കിയ മാത്തർ പോപ്പോളി ഫെഡലി എന്ന പ്രബോധന രേഖയിലാണ് ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഈ വാർത്ത വന്നയുടൻ കത്തോലിക്ക സഭ തെറ്റിതിരുത്തി എന്നുള്ള നിലയിൽ പലരും വസ്തുതകൾ വളച്ചൊടിച്ച് പ്രചരിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരിക്കുകയാണ്. അതിനാൽ ഈ വിഷയത്തിൽ ചില വ്യക്തതകൾ വരുത്തേണ്ടതായിട്ടുണ്ട്. ദൈവമാതാവായ പരിശുദ്ധ മറിയം സഹരക്ഷകയാണ് എന്നോ എല്ലാ കൃപകളുടെയും മധ്യസ്ഥയാണോ എന്നോ കത്തോലിക്ക സഭ ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല. തന്നെയുമല്ല, ദിവ്യരക്ഷകൻ മിശിഹ മാത്രമാണ് എന്നുള്ള വെളിപ്പെടുത്തപ്പെട്ട സത്യത്തെ മറയ്ക്കാൻ ഇപ്രകാരമുള്ള പദപ്രയോഗങ്ങൾ കാരണമാകുന്നു എന്ന് സഭ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്നാൽ പരിശുദ്ധ മറിയത്തിന് സഹരക്ഷക എന്ന സ്ഥാനപ്പേര് നൽകണം എന്നുള്ള ഒരു ആവശ്യം വിവിധ ഇടങ്ങളിൽ നിന്നും നൂറ്റാണ്ടുകളായി ഉയർന്നു വരുന്നുണ്ട്. ദൈവശാസ്ത്രപരമായ ചർച്ചകളിലും ഭക്തർക്കിടയിലെ പ്രാർത്ഥനകളിലും ഇപ്രകാരം ഒരു സങ്കല്പം കാണാനും കഴിയും. അനൗദ്യോഗികമായി ചിലർ ഇത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. മറിയം സഹരക്ഷകയാണ് എന്ന് ഒരു വിശ്വാസി സത്യമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് ചില മധ്യകാല സന്യാസ സമൂഹങ്ങളും ചില മാരിയോളജിസ്റ്റുകളും ഇന്റർനാഷണൽ മരിയൻ അസോസിയേഷൻ പോലുള്ള സംഘടനകളും വത്തിക്കാനിൽ കഴിഞ്ഞ കാലങ്ങളിൽ അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ആവശ്യങ്ങളെല്ലാം തള്ളിക്കൊണ്ടാണ് വിശ്വാസ കാര്യങ്ങൾക്കായുള്ള വത്തിക്കാനിലെ ഡിക്കാസ്ട്രി സഭയുടെ ഔദ്യോഗിക നിലപാടും ഉപദേശവും തയ്യാറാക്കിയത്. അവരുടെ റിപ്പോർട്ട് മാർപ്പാപ്പ അംഗീകരിക്കുകയായിരുന്നു. വിശുദ്ധ ഗ്രന്ഥം, സഭാപിതാക്കന്മാർ, വേദപാരംഗതന്മാർ, പൗരസ്ത്യ പാരമ്പര്യ ഘടകങ്ങൾ, സമീപകാല പരിശുദ്ധ പിതാക്കന്മാരുടെ ചിന്തകൾ എന്നിവയാണ് ഈ രേഖയ്ക്ക് അടിസ്ഥാനമായി സ്വീകരിക്കുന്നത്. രേഖയിൽ ചില മരിയൻ ശീർഷകങ്ങളെ വിശകലനം ചെയ്യുകയും ചില ഉപയോഗങ്ങൾക്കെതിരെ വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. വിശ്വാസികളുടെ മാതാവ്, ആത്മീയ അമ്മ, വിശ്വാസ സമൂഹത്തിൻ്റെ അമ്മ തുടങ്ങിയ ശീർഷകങ്ങൾ ഉപയോഗിക്കുന്നതിനെ രേഖ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ കത്തോലിക്ക സഭ തെറ്റിതിരുത്തുകയല്ല ചെയ്തിരിക്കുന്നത്. സഭയിൽ ഉയർന്നു വന്ന സുവിശേഷ വിരുദ്ധവും പാരമ്പര്യ വിരുദ്ധവുമായ പഠിപ്പിക്കലുകളെ തള്ളിക്കളയുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്.